CJNG കാർട്ടലിന്റെ തലപ്പത്ത് നിന്ന് അയാൾ വിറപ്പിച്ചത് മെക്സിക്കോയെ മാത്രമല്ല, ലോകത്തെ തന്നെയായിരുന്നു. പക്ഷേ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന ആ ഡോണിന്റെ പതനത്തിന് കാരണമായത് മറ്റാരുമായിരുന്നില്ല, അയാളുടെ പ്രിയപ്പെട്ട കാമുകി തന്നെയായിരുന്നു. എങ്ങനെയാണ് ആരാലും പിടികൊടുക്കാത്ത ഈ മാഫിയ തലവനെ മെക്സിക്കൻ സൈന്യം കുടുക്കിയത് എന്നല്ലേ? അതിന് പിന്നിൽ ഒരു പ്രണയകഥയുണ്ട്. അധോലോകത്തിലെ എത്ര വലിയ രാജാവാണെങ്കിലും പ്രണയത്തിന് മുന്നിൽ ചിലപ്പോൾ അവർക്ക് പോലും കണ്ണു മൂടിപ്പോകും. കാലിസ്കോയിലെ തബൽപ്പയിലെ രഹസ്യ ഒളിത്താവളത്തിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു എൽ മെൻചോ അപ്പോൾ. ഇന്റലിജൻസ് ഏജൻസികളും അന്വേഷണ ഉദ്യോഗസ്ഥരും മാസങ്ങളായി എൽ മെൻചോയുടെ കാമുകിയെയും അവളുടെ വിശ്വസ്തനായ ഒരു കൂട്ടാളിയെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം കാമുകിയും കൂട്ടാളിയും ഒന്നിച്ച് തബൽപ്പയിലെ ഗ്രാമപ്രദേശത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ചു. സൈന്യം ഒരടി ദൂരം പോലും വിടാതെ അവരെ പിന്തുടർന്നു. ആ രാത്രി മുഴുവൻ കാമുകി എൽ മെൻചോയോടൊപ്പം ആ ഒളിത്താവളത്തിൽ ചെലവഴിച്ചു. പിറ്റേന്ന് രാവിലെ കാമുകി പുറത്തിറങ്ങിയതോടെ സൈന്യത്തിന് 100% ഉറപ്പായി എൽ മെൻചോ ആ കെണിയിലുണ്ട്. പിന്നീടെല്ലാം മിന്നൽ വേഗത്തിലായിരുന്നു. മെക്സിക്കൻ സൈന്യവും നാഷണൽ ഗാർഡും ഒളിത്താവളം വളഞ്ഞു. ഹാലിസ്കോ അതിർത്തിയിൽ 6 സൈനിക ഹെലികോപ്റ്ററുകൾ ആകാശത്ത് വട്ടമിട്ട് പറന്നു. ഇരുമ്പ് മറഞ്ഞെന്ന പോലെ എൽ മെൻചോയെ ലക്ഷ്യമിട്ട് സൈന്യം നീങ്ങി. പതിവ് പോലെ എൽ മെൻചോയെയും കൂട്ടാളികളും ശക്തമായി തന്നെ തിരിച്ചടിച്ചു. വെടിയൊച്ചകൾ കാടിന്റെ നിശബ്ദതയെ പോലും കീറിമുറിച്ചു. ഏറ്റുമുട്ടൽ രൂക്ഷമായതോടെ എൽ മെൻചോയും 2 അംഗരക്ഷകരും വനത്തിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ സൈന്യം അവരെ വെറുതെ വിട്ടില്ല. തുടർന്നുള്ള കനത്ത ഏറ്റുമുട്ടലിൽ എൽ മെൻചോയ്ക്കും അംഗരക്ഷകർക്കും വെടിയേറ്റു. സംഘർഷങ്ങളിൽ സുരക്ഷാ സേനാംഗങ്ങളും കാർട്ടൽ അംഗങ്ങളും ഉൾപ്പെടെ 70-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. ഹാലിസ്കോയിൽ മാത്രം 25 നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു.